പ്രായം കൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വെറും ഒരു വയസ്സാണ് രണ്ടുപേരും തമ്മിലുള്ള പ്രായ വ്യത്യാസം. മോദിക്ക് പ്രായം 75 ആണെങ്കിൽ നിതീഷിന് പ്രായം 74. എന്നാൽ എപ്പോഴൊക്കെയോ മോദിയെ കാണുമ്പോൾ അപ്പോഴെല്ലാം കാലിൽ വീഴുന്ന സ്വഭാവം നിതീഷ് കുമാറിനുണ്ട്. BJPയുടെ ദയാദാക്ഷിണ്യത്തിലാണ് കഴിഞ്ഞ 10-15 കൊല്ലമായി നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നത്. അതിന്റെ സ്നേഹവും ബഹുമാനവുമാണോ എന്ന് വ്യക്തമല്ല. BJPയുടെ മുഖ്യമന്ത്രിമാർ പോലും മോദിയെ കണ്ടാൽ കാര്യമായി ബഹുമാനം കാണിക്കാത്തിടത്താണ് നിതീഷ് കുമാറിന്റെ ഈ പ്രകടനങ്ങൾ എന്നും പറയേണ്ടി വരും. അതേസമയം തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്നും ഇതിന്റെ മറവിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന്റെ നന്ദി പ്രകടനമാണ് നിതീഷിൽ നിന്നുണ്ടാകുന്നതെന്നാണ് പ്രതിപക്ഷം കണ്ടുപിടിക്കുന്നത്. ബീഹാറിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് മോദിയുടെ കാൽക്കലേക്ക് നിതീഷ് വീണത്. ആദരസൂചകമായി തന്റെ കാൽ തൊടാൻ തുനിഞ്ഞ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തടയുകയും ചെയ്തു. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ വെച്ചാണ് നാടകീയ രംഗങ്ങൾ നടന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. നിതീഷ് കുമാർ മോദിയുടെ കാൽ തൊടാൻ ശ്രമിക്കുന്നതും പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ തോളിൽ പിടിച്ച് തടയുന്നതുമായ വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. JDU തലവന്റെ ഇരു കൈകളിലും പിടിച്ച പ്രധാനമന്ത്രി വിമാനത്തിന്റെ പടവുകൾ കയറുന്നതിന് മുൻപായി കുശലം പറയുന്നതും കാണാം. മോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം ഒന്നും മനസ്സിലാകാതെ സ്തബ്ധരായി പരസ്പരം നോക്കുന്നതും വീഡിയോയിൽ കാണാം. പ്രധാനമന്ത്രിയേക്കാൾ ഏതാനും മാസങ്ങൾ മാത്രം പ്രായം കുറഞ്ഞ നിതീഷ് കുമാർ കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിലും സമാനമായി പെരുമാറിയിരുന്നു. പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന JDU അധ്യക്ഷൻ ഇത് 10ാം തവണയാണ് വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മൃഗീയ ഭൂരിപക്ഷം നേടിയിരുന്നു. തന്റെ പാർട്ടിയേക്കാൾ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുകയായിരുന്നു. ഈ സ്നേഹമെല്ലാം ചേരുമ്പോൾ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ നിതീഷ് കുമാറിന് രക്ഷയില്ല എന്നതും വാസ്തവമാണ്. ഭരണമുന്നണിയുടെ വിജയത്തിന് കാരണം 70കളിലുള്ള ഈ രണ്ട് നേതാക്കളുടെ വ്യക്തിപ്രഭാവമാണെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഭരണരംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിനായി സ്വീകരിച്ച നടപടികളുടെ കാര്യത്തിൽ ഇരുവരും മികച്ച ട്രാക്ക് റെക്കോർഡുള്ളവരാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്ത്രീകളെത്തി വോട്ട് ചെയ്തതും ഇതിന് തെളിവായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.